നമസ്കാരം. മുഖാമുഖം എന്ന പരിപാടിയിലെ വിനോദ് പണിക്കരുമായുള്ള ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരിക്കൽ അത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കുറച്ച് ചെറുപ്പക്കാർ, അത് കൗമാരപ്രായത്തിലുള്ള ചെറുപ്പക്കാർ വിനോദിൻ്റെ അടുക്കൽ ചെന്നിച്ച് പറഞ്ഞു അവർക്ക് ഒരു ബാൻഡ് സെറ്റ് തുടങ്ങണം. ബാൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നത് പോലെയുള്ള ഈ നാസിക് ഡോളൊക്കെ പോലെയുള്ള മറ്റെന്തോ ഒരു വേർഷനാണ്. അപ്പോൾ അതിന് അവർക്കൊരു സ്പോൺസറെ കിട്ടിയത് തരൂ, കാരണം ഇവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ വിനോദ് ഇങ്ങനെ ആലോചിച്ചു ആരോട് ഞാൻ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ അദ്ദേഹം ഒരു സുമനസിനെ കണ്ടെത്തി അദ്ദേഹത്തോട് ഈ കാര്യം ഈ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഇതിനകത്ത് എന്താണ് വലിയ കാര്യം എന്ന് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു ജീവിതോപാധി, ഒരു സൈഡ് ബിസിനസ് തുടങ്ങുവാൻ വിനോദ് കാരണക്കാരനായി. ഞാനതിന് ദൃക്സാക്ഷിയാണ്. അപ്പോൾ ആ കുട്ടികൾ ഇന്നത്തെ ഈ ഒരു സംഭവത്തിന് ഇന്നത്തെ ജീവിത സാഹചര്യവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ച് തന്നെ ഭൂരിഭാഗം ആളുകളും ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് ജീവിതം തന്നെ വഴിതെറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപറ്റം കൊച്ചു കുട്ടികൾ വന്നിച്ച് വിനോദിനോട് പറയുന്നു, വിനോദേട്ടാ ഞങ്ങൾക്ക് ഒരു വഴി, ജീവിതമാർഗത്തിനായിട്ട് ഒരു ബാൻഡ് സെറ്റ് തുടങ്ങാൻ ഞങ്ങൾക്കുള്ള സൗകര്യം ഒന്ന് ചെയ്തു തരണം. അപ്പോൾ ലഹരിക്ക് പിന്നാലെ പോകാതെ ആ കുട്ടികളെ വഴിതിരിച്ചു വിട്ടതിൽ ഞാൻ വിനോദിനോട് നന്ദിയുള്ളവനാണ്. ഏതായാലും ഇത്തരം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങളിലും സ്വന്തം ലാഭം നോക്കാതെ ഇടപെടുന്ന വിനോദിനെ വീണ്ടും ഈ ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കും എൻ്റെ സ്വാഗതം. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ താങ്കൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭവനരഹിതർക്ക് ഭവനം ലഭിക്കാനും അല്ലെങ്കിൽ ഒരു നിരാശയിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയി ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ജീവിതോപാധി കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും സ്ഥാപനങ്ങളായിട്ടും കടകളായിട്ടും ഒക്കെ കെട്ടിപ്പൊക്കാനൊക്കെ ഉള്ള ഒരു ക്രമീകരണം, അത് മണിക്കൂറുകൾക്കുള്ളിൽ, അത് പഞ്ചവത്സര പദ്ധതിയൊന്നുമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളൊരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിനോട് പ്രതികരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ധനം സമാഹരിച്ചുകൊണ്ട് വളരെ സുതാര്യമായ വിധത്തിൽ ആ വ്യക്തികൾക്ക് സഹായകരമായ വിധത്തിൽ സ്ഥാപനങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ താങ്കളെ കൊണ്ട് കഴിയുന്നുണ്ട്. അതൊരു വലിയൊരു കൃപയാണ്. എങ്കിലും ഇതിനൊക്കെ ഫണ്ട് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നിങ്ങളുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ നന്മ ചെയ്താൽ ഒത്തിരി പേര് നമ്മളെ അഭിനന്ദിക്കും എന്നുള്ളതൊരു ലോകനീതിയാണ്, തത്വമാണ്. എങ്കിൽ പോലും നന്മ ചെയ്യുമ്പോഴും പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. നമ്മൾ കുറ്റവാളിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത്? മലയാളികളുടെ ഒരു പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് എന്തിനെ സംശയ ദൃഷ്ടിയോടെ നോക്കി കാണുക. ഇപ്പോൾ ഒരുത്തൻ ഒരു നല്ല കാര്യം ചെയ്തു, ഇവൻ എന്തിനാണ് ഈ നല്ല കാര്യം ചെയ്യുന്നത്, ഇവൻ എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത്. ഞാൻ ഒരു ദിവസം എൻ്റെ തുടങ്ങുന്നത് തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അത് ഒരു 10-15 ഇഷ്യൂസ് എങ്കിലും കാണും. ഒന്ന് ആർക്കെങ്കിലും ബ്ലഡിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, ചിലർക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, ചിലർക്ക് ചിലരുടെ വസ്തു വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്, ചിലർക്ക് ചില കല്യാണാലോചനയുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, നമ്മളോട് ചോദിക്കും ഇന്നലത്തെ ഒരു കല്യാണാലോചന എൻ്റെ ഒരു ബന്ധുവിന് വന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണോ, ഇന്ന വീടാണ്, അച്ഛൻ ഇന്ന ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതുവരെ നമ്മളോട് അവർ ചോദിക്കുന്ന ഒരു സഹോദരൻ എന്നുള്ള നിലയിലാണ്. അതെ, വിശ്വാസ്യത ഉണ്ട്. ഇപ്പം ഈ ചില ജോലിക്ക് വേണ്ടിയിട്ട് പലരും അപ്പം നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത്, എൻ്റെ കമ്പനി 2 വേക്കൻസി ഉണ്ട്, ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് വരും. അപ്പം ഞാൻ അവർക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്ത് അവർക്ക് അങ്ങനെ ഒത്തിരി പേർക്ക് പല സ്ഥലത്ത് പലരും ജോലി ചെയ്യുന്നുണ്ട്, വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, കല്യാണത്തിന്റെ ഇത് പറഞ്ഞിട്ട് അങ്ങനെ പല ഇതാണ് ഒരു ദിവസം തുടങ്ങുന്നത്. വ്യത്യസ്തങ്ങളായ പല പിന്നെ നമ്മള് പി ജോസ് മെമ്മോറിയൽ ഒരു ഡയാലിസിസ് സെന്റർ നമ്മൾ നടത്തുന്നുണ്ട്. അതായത് ചങ്ങനാശ്ശേരിയുടെ നഗരപിതാവായിരുന്ന പി ജോസ്, അദ്ദേഹത്തിന്റെ പേരിലാണ്. ഇപ്പൊ അത് 4 വർഷം കഴിഞ്ഞു ആ ഡയാലിസിസ്. തികച്ചും സൗജന്യ ഡയാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ ചത്തിപ്പുഴ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഓരോ മാസവും നമ്മൾ 10 പേർക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത്, 100 എണ്ണം വീതം. ആ 100 എണ്ണം കഴിയുമ്പോൾ അടുത്ത ബാച്ചിനെ ഒരാൾക്ക് 100 വീതം, ഒരാൾക്ക് 100 എണ്ണം, അത് അടുത്ത ബാച്ചിനെ നമ്മൾ എടുക്കും.
അപ്പം പിന്നെ ഈ ആപ്ലിക്കേഷൻ എല്ലാം കെട്ടിക്കിടന്ന് ഇപ്പോൾ ഒരു 10-40ഓളം ആപ്ലിക്കേഷൻ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അടുത്ത ആൾക്ക് കിട്ടാൻ 1 വർഷം എടുക്കും. അപ്പം അങ്ങനെ ആണ് ഇത്. അത് പിന്നെ റോജോ പിന്നെ പി ജോസിന്റെ മകൻ, അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിന്റെ ചെലവൊക്കെ അദ്ദേഹമാണ് ഇപ്പോൾ വഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ വിവിധ ട്രസ്റ്റുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പിന്നെ എനിക്ക് UK ഒരു കൂട്ടായ്മയാണ്. അവർക്ക് അർഹരായിട്ട് ഒരാളെ നാട്ടിൽ നിന്ന് കണ്ടെത്തണം, ഒരു വീട് വെച്ച് കൊടുക്കാൻ. അപ്പം ഞാൻ പിന്നെ 1-2 പേര് എൻ്റെ കയ്യിൽ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ പിന്നെ അഡ്രസ്സ് കൊടുത്തു. അവരുടെ ലോക്കൽ ടീം ഒരാൾ അവധിക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചു, എല്ലാം ഓക്കെ പറഞ്ഞ് അവർക്ക് വീട് വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ സമറിട്ടൻ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ജോർജ് പിടിയേക്കൽ, അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, വിനോദെ നമുക്ക് പിന്നെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു വിനോദം ഇങ്ങനെ ചെയ്യുന്നതല്ലേ, എനിക്ക് കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ നമുക്ക് കുറച്ച് വീട് വെച്ച് കൊടുത്താൽ എന്താണ്? ഡോക്ടർ പറഞ്ഞു, നമുക്ക് ചെയ്യാം. പക്ഷേ ആർക്ക് കൊടുക്കും, എങ്ങനെ കൊടുക്കും? അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അപേക്ഷ ക്ഷണിക്കാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 150ഓളം അപേക്ഷ കിട്ടി. അതിനകത്തുനിന്ന് നമ്മൾ 100ഓളം വീടുകൾ പിന്നെ ആളുകളെ തെരഞ്ഞെടുത്ത് 100 സ്ഥലങ്ങൾ പോയി സന്ദർശിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ ഒരു സമയം. അത് ഒരു 4.5 വർഷത്തെ പ്രോസസ്സായിരുന്നു. ഈ പിന്നെ വീടുകളെല്ലാം പോയി അതിനകത്തുനിന്ന് നമ്മൾ 30 പേരെ തെരഞ്ഞെടുത്ത്, ഈ 30 പേരെ തെരഞ്ഞെടുത്തിട്ട് അവിടെ പിന്നെയും പോയി കണ്ടു. അതും ഈ തെരഞ്ഞെടുക്കുന്നതിനകത്ത് ഇപ്പം വിധവകള്, പിന്നെ അംഗവൈകല്യം, അങ്ങനെ ആ ക്രൈറ്റീരിയാസ് എല്ലാം വെച്ച് മാക്സിമം ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് മാത്രമാണ് വെച്ചത്. ഇപ്പം അതിന് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ താക്കോൽദാനമായിരുന്നു. എല്ലാ വീടുകളും 34 ഭവനങ്ങൾ നിർമ്മിച്ച് നൽകി. അത് പിന്നെ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഇതാണ്. കാരണം ഇത്രയും പേർക്ക് ഞാൻ സഹകരിച്ച്, ഡോക്ടറാണ് എൻ്റെ പണം മുടക്കിയത്, എങ്കിലും ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എല്ലാം എടുത്തൊന്നും അല്ല ചെയ്യുന്നത്. ഇപ്പം ചങ്ങനാശ്ശേരി അവിടെ നിങ്ങൾ ഇതുവഴി പോകുമ്പം മനക്കച്ചിറയിൽ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ സ്റ്റോഴ്സ് എന്നും പറഞ്ഞിട്ടൊരു കട കാണാം. അത് പിന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അങ്ങേര്. പിന്നെ ഷുഗർ വന്ന് കാല് മുറിച്ച് കളഞ്ഞതിന് ശേഷം അയാൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അപ്പൊ അയാളെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അത് ഇത് അടിച്ച് ചെലവായി തീരും. അപ്പൊ അത് നമ്മൾ ഈ പിന്നെ ചെയ്തു കൊടുത്ത്, അത് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, നമുക്കൊന്ന് സഹായിക്കാം എന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂർ കൊണ്ടാണ് 10,000-80,000 രൂപയും 90,000 രൂപയും കിട്ടുന്നത്. അതും ഓരോരുത്തരുടെ 1,000-2,000 രൂപയാണ്. അതായത് ഓരോ മനുഷ്യന്റെയും സ്വപ്നങ്ങൾക്ക് നിറം പിടിപ്പിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സഹായങ്ങൾ അങ്ങനെ ഒത്തിരി. ഇപ്പൊ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ മാമ്പഴക്കരയിലെ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ കഫേ ഉണ്ട്. അടുത്ത വെള്ളിയാഴ്ച പിന്നെ ഇതുപോലെ കാല് മുറിച്ച ഒരാൾക്ക് തട്ടുകട ഇവിടെ പോത്തോട്, അത് പിന്നെ അങ്ങനെ ഓരോ ചെറിയ ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളൊരു പാലം പിന്നെ ഒരു നിമിത്തം ആ പാലത്തെ കൂടെ കയറിയ ആളുകൾക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ. അതിപ്പം ആളുകൾ ഞാൻ ഇത് പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ പറയും, ഇവനെ ഇവിടെ വന്നിട്ട് ഇലക്ഷന് നിൽക്കാൻ അവൻ്റെ കുറച്ച് കാശുണ്ട്, ഗൾഫുകാരൻ ഒരു പൊങ്കൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെയാണ് പൊതുവെ ആളുകൾ പറഞ്ഞത്. ഇപ്പം 5-8 ഇലക്ഷൻ കഴിഞ്ഞു. അപ്പം പൊതുവെ ആളുകളുടെ ഒരു രീതിയാണിത്. ഏതായാലും താങ്കളെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ടൊരു പാലം പോലെ പ്രവർത്തിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പം ആ ഭവനരഹിതർക്ക് ഭവനം വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു എത്ര വലിയൊരു പുണ്യപ്രവൃത്തിയാണ് അല്ലേ. വെയിലും മഴയും കൊള്ളാതെ കുറേ പേർക്ക് ഒരു കൂര ലഭിക്കുക എന്ന് പറയുന്നത്. അതായത് 30ഓളം പേർക്കാണല്ലേ, 34ഓളം പേർക്ക്. അതല്ലാതെ വേറെ ഉണ്ട്. ചങ്ങനാശ്ശേരി ജംഗ്ഷൻ തന്നെ നിർമ്മിച്ച് നൽകിയ വേറെ വീടുകളുണ്ട്. കിടങ്ങറായിലുണ്ട്, ഇത്തിത്താനത്തുണ്ട്, സുരേഷ് ഗോപി വന്നത്, പിന്നെ നൌഷാദ് പിന്നെ മട്ടാഞ്ചേരിയിലെ കച്ചവടക്കാരൻ പുള്ളി വന്ന് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ വേറെ അത് വേറെ നമ്മുടെ ചങ്ങനാശ്ശേരി ജംഗ്ഷന്റെ വകയായിട്ട് ഞങ്ങൾ ഓരോരുത്തരും പോയി ശ്രമദാനം ചെയ്ത് പിന്നെ വെച്ചു കൊടുത്ത വീടും അതും വേറെ ഉണ്ട്. ഏതായാലും ഈ 34 വീടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഡോക്ടറാണ് അല്ലേ? അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിന്റെ. ഏതായാലും നമ്മുടെ ചങ്ങനാശ്ശേരി ടിവിക്ക് വേണ്ടിയിട്ട് ഡോക്ടറെയും കുടുംബത്തെയും വിനോദ് പണിക്കരെയും പബ്ലിക്കായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. സന്തോഷമുണ്ട്. പിന്നെ രാവിലെ സമയങ്ങളിലൊക്കെ സാധാരണ CJയിൽ ചില എഴുത്തുകൂത്തുകളൊക്കെ താങ്കളുടെ വകയായിട്ട് വരാറുണ്ടായിരുന്നു, ശുഭദിനമൊക്കെ കൂട്ടി പറഞ്ഞ്. ഇപ്പം എന്താണ്, കാണുന്നില്ല? എന്താ മടുത്തതല്ല. ഒന്നാമത് പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്നും രാവിലെ ഓരോ പോസ്റ്റ് ഇടുന്നത് ഞാൻ 4:30 ആകുമ്പോൾ രാവിലെ എഴുന്നേക്കും. എന്നിട്ട് അതിന് വേണ്ട സബ്ജക്റ്റ്
ഈ അന്നത്തെ പിന്നെ ഓൺലൈൻ മീഡിയയിലൂടെ എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒക്കെ നോക്കി ആളുകൾക്ക് ഇഷ്ടം. ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ആ സബ്ജക്റ്റ് നല്ലപോലെ പഠിച്ചിട്ട് വേണം, കാരണം അതിൻ്റെ അടിയിൽ അതിനുള്ള മറു ചോദ്യങ്ങളുമായിട്ട് വന്നപ്പോൾ ഞാൻ ഉത്തരം കൊടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കി ആണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ എന്നും രാവിലെ ശുഭദിനവും ഗുഡ് മോർണിംഗും ഒക്കെ അയച്ച് നമ്മുടെ വയറ്റിലോട്ടൊന്നും പോകത്തില്ല. നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം. അവസാനം നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഇതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോസ് ഞാൻ നേരത്തെ എടുത്തുകൊണ്ടിരുന്നു, ചങ്ങനാശ്ശേരിയെക്കുറിച്ച് പല വീഡിയോസ്. ആളുകൾ കാണുമ്പം ഹലോ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡും ഒക്കെ തരും, എല്ലാം ഓക്കെയാണ്. പക്ഷേ ആ വീഡിയോയുടെ പിന്നിലുള്ള ഒരു പ്രയത്നം, കാരണം ഒറ്റയ്ക്ക് പറ്റില്ല. ഇപ്പം നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. ഇപ്പം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് വാർത്ത തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പം ചങ്ങനാശ്ശേരിയിലുള്ള വാർത്തകൾ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. അവരെല്ലാം കാണും ഇത്. അപ്പം സോഷ്യൽ മീഡിയയിലൂടെ നമുക്കൊരു റവന്യൂ അതിനകത്തുനിന്ന് കിട്ടില്ല. പിന്നെ ചില വീഡിയോസൊക്കെ 1 മില്യനും ഒക്കെ 1.5 മില്യനും ഒക്കെ അടിച്ചിങ്ങനെ പോവും. അതിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ലാതെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പൊതുവെ ഇതൊരു നഷ്ടമാണ്. ഒരു വീഡിയോ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും ക്യാമറയും ഇതും പോക്ക് ചെലവും എല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് ഇട്ടിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അത് ഒത്തിരി എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എനിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടായിരുന്നു. അത് വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പേജാണ്. അത് ഹാക്ക് ചെയ്തു പോയി. അത് പല രീതിയിൽ ശ്രമിച്ചു, എന്നിട്ടും തിരിച്ചു കിട്ടുന്നില്ല. ഫേസ്ബുക്കിന് പോലും തിരിച്ച് തരാനോ താല്പര്യമില്ല. സൈബർ സെല്ലിൽ പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗ്രൂപ്പിനകത്തും ഞാനിപ്പോൾ പ്രൊഫൈലിലൊക്കെയാണ് വല്ലപ്പോഴും ഒക്കെ വീഡിയോസും എടുക്കുന്നത്. ഓരോ വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒത്തിരി ശ്രമകരമായ അധ്വാനമുണ്ട്. അപ്പം ഞാൻ ഈ ബിസിനസ്സും ഇതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, രണ്ടും കൂടെ. അപ്പം ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പം അതിൻ്റെ ഈ ഭാഗത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം വീഡിയോ ഇതെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മറ്റൊരു വിഷയം എനിക്ക് താങ്കളിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു അന്നദാന പരിപാടി ഉണ്ടായിരുന്നു ഞായറാഴ്ചകളിൽ. ഒരു 4 വർഷത്തോളം, എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തോളം നല്ല സ്തുത്യർഹമായ വിധത്തിൽ നടത്താൻ പറ്റും. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഫുഡ് കൊടുക്കുന്ന ആ സമയങ്ങളിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ചിരുന്ന സംഭവമാണ്. അത് ഇപ്പോൾ നിന്നുപോയോ അതോ നടക്കുന്നുണ്ടോ? ഇല്ലില്ല, ഇപ്പം അത് നടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഏതെങ്കിലും ഒരു കൂട്ടായ്മ ഉയർന്നു വന്നാൽ രാഷ്ട്രീയക്കാർ അതിനെ വളരാൻ അനുവദിക്കത്തില്ല. ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതാണ്. അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു സംഘമോ സംഘടനയോ വളരാൻ പാടില്ല. എന്നും ഈ ആളുകൾ പോയിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പോയി രാഷ്ട്രീയക്കാരുടെ വീടിൻ്റെ വാതൊക്കെ പോയി അപേക്ഷയും ഇതുമൊക്കെ ആയിട്ട് നിന്ന് സാറേ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പം വേറെ ഒരു സംഘടന വന്നു കഴിഞ്ഞാൽ അതിലും കൂടെ ഒന്നുകൂടെ പ്രബലമായി കഴിഞ്ഞാൽ അതാണ് ഈ 2020 ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പം അത് നമ്മൾ സച്ചിൻ വിനായകയുടെ സദ്യ പായസം ഉൾപ്പെടെ എല്ലാ ഞായറാഴ്ചയും രോഗികൾക്കും പായസം അടക്കം കൊടുത്തോണ്ടിരുന്നു. അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ എന്തെങ്കിലും ആണ്ട് അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും അവരുടെ വീട്ടിലെ വിശേഷം അനുസരിച്ച് ഓരോരുത്തരായിരുന്നു അത് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്. അത് സച്ചിൻ ഒരു സബ്സിഡൈസ് റേറ്റിൽ നമ്മൾ തരുന്നു. അതിങ്ങനെ ഏകദേശം 4 വർഷം ഓരോ ആഴ്ചയിലും ഓരോ അതിഥിയെ നമ്മൾ ക്ഷണിക്കുമായിരുന്നു. അങ്ങനെ ഇത് കൊടുത്ത് മുന്നോട്ട് പോയി. ആ ഇടയ്ക്കാണ് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു, അഭിപ്രായം രേഖപ്പെടുത്തി. അതായത് ഞാനൊരു പഴയ SFIക്കാരനായിരുന്നു. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഈ അവിടെ ചെലവാക്കുന്ന പോലീസിന് വേണ്ടി ചെലവാക്കുന്ന പണം എന്തുകൊണ്ട് 10 പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ അത് ഈ കുറച്ച് RSS BJP അവർ എല്ലാം കൂടെ ഏറ്റെടുത്ത് ജനൻ TV അതിനകത്തൊക്കെ വന്ന് അങ്ങനെ ഞാനൊരു വലിയ വിരുദ്ധനായിട്ട് മാറി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ചങ്ങനാശ്ശേരിയിലെ ഇത്. അവനെ ആ ഒരു ഇത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, HMC വികസന സമിതി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവര് ഇത് സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പം ഞാൻ കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേ വാങ്ങിച്ചു.
പിന്നെയും അന്നദാനം നടത്തി. പക്ഷേ പിന്നെ അവരുടെ അല്ലേ ഫൈനൽ അപ്രൂവൽ. അപ്പോൾ DMOയുടെ ഒരു ഇത് വന്നിട്ട് പറഞ്ഞു ഇനി മുതൽ അന്നദാനം ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഗ്രൂപ്പ് ആശുപത്രിയിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ അവർ ഇട്ടു. അന്ന് പിന്നെ അത് നിർത്തിയതാണ്. അതൊരു പിന്നെ ചില ആളുകളുടെ പിന്നെ ഒരു കുത്തിത്തിരിപ്പ് ഉള്ളിലിരിപ്പിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അന്ന് അതിനകത്ത് പ്രധാനമായിട്ട് ഒക്കെ എതിര് നിന്ന ഇടതുപക്ഷ സംഘടനകളാണ്. അന്ന് പിന്നെ ഞാൻ ഒത്തിരി മനസ്സ് വിഷമിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും മനസ്സെല്ലാം വിഷമിച്ച അന്ന് ഞങ്ങളുടെ മനസ്സ് വിഷമിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് ഇപ്പം DYFO പോലുള്ള സംഘടനകളൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ പോയിട്ട് പിന്നെ പൊതിച്ചോറ് ശേഖരിച്ച് പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കുകയാണ്. ഇത് ഈ ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയത്തില്ലേ. അപ്പം അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരോട് എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ സാഹചര്യം അനുസരിച്ച് അവർ അന്ന് ചെയ്തതായിരിക്കാം. അവരുടെ സാഹചര്യം അനുസരിച്ച് അവർ പെരുമാറി ഇന്ന് അവർ തന്നെ തിരുത്തുന്നുണ്ടല്ലോ. ഉണ്ട്. അത് പിന്നെ നല്ല കാര്യം. സ്വകാര്യമായിട്ട് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയുക. താങ്കൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പിന്നെ ഈ സ്കൂളിൽ പഠിച്ച് കോളേജിലോട്ട് വന്ന സമയത്ത് പുരോഗമനമായിട്ട് ഒക്കെ ചിന്തിക്കുന്ന പിന്നെ ഞാനൊരു SFI പ്രവർത്തകനായിരുന്നു. NS കോളേജിലെ യൂണിറ്റ് പിന്നെ പ്രസിഡൻ്റായിരുന്നു. DYFI പെരുന്നേൽ ആദ്യം DYFIയുടെ യൂണിറ്റ് തുടങ്ങിയത് പിന്നെ ഞാനാണ്. വിദേശത്ത് പോയതിന് ശേഷം നമ്മൾ ദൂരെ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നോക്കിക്കാണുമ്പോൾ എന്താണ് ഓരോ പാർട്ടികളുടെയും ഗുണവും ദോഷവും എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കാണുമ്പോഴത്തേക്ക് നമുക്കെല്ലാം മനസ്സിലാവും ഇതിനകത്തൊന്നും യാതൊരു വലിയ അർത്ഥമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാവും. അല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനാവരുത് എന്നൊരു അപേക്ഷയെ എനിക്കുള്ളൂ. കാരണം താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാലുള്ള സംഭവം താങ്കൾ പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയും ചങ്ങനാശ്ശേരിക്ക് ലഭിക്കേണ്ടതായ ചില നന്മകൾ ലഭിക്കാതെ പോവുകയും ചെയ്യിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. വീണ്ടും താങ്കളിലേക്ക് തന്നെ ഞാൻ വരികയാണ്. നമുക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു പുതിയ സംരംഭമൊക്കെ ആരംഭിച്ചാൽ അവർ ആദ്യം ഓർക്കുന്ന വിനോദിനോട് പറയണ്ടേ എന്നാണ്. എന്നോട് പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വിനോദ് പണിക്കരെ ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ ഇതുവരെ ചങ്ങനാശ്ശേരിയിൽ നടന്ന പല ഉദ്ഘാടനങ്ങളിലും താങ്കളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. എങ്ങനെ കാണുന്നു? എത്ര ഉദ്ഘാടനം ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഉദ്ഘാടനങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ 100-ന് മേളിലെന്ന് പറയാൻ പറ്റും. പിന്നെ ഏകദേശം അത്ര തന്നെ ഉദ്ഘാടനങ്ങൾ. ഇപ്പം ഇടയ്ക്ക് കളിയാക്കി വിളിക്കും ചങ്ങനാശ്ശേരിയുടെ ഹണി റോസും ഇടയ്ക്ക് കളിയാക്കി വിളിക്കും. അപ്പം അതിനും ഒക്കെ ഒരു കാരണമുണ്ട്. ഇത് വ്യക്തമായ കാരണമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു 95,000-ഓളം മെമ്പേഴ്സുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ഗ്രൂപ്പ്, അപ്പം പിന്നെ എന്നെപ്പോലെ ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ഞാൻ അതിനകത്ത് പിന്നെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയ കാര്യങ്ങളും അവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുമ്പം അത് കൂടുതൽ പേര് കാണും. അപ്പം ഈ കൂടുതൽ പേര് കാണുമ്പം ഒരു വലിയ പബ്ലിസിറ്റി പിന്നെ ചങ്ങനാശ്ശേരിയിൽ കിട്ടും. ഇപ്പം ഒരു മലയാള മനോരമ പേപ്പറിൽ ഒരു ക്വാർട്ടർ പേജ് പരസ്യം കൊടുക്കണം, 40,000-40,000 രൂപ കൊടുക്കണം. അപ്പം നമ്മളെ ഒക്കെ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡയാലിസിസ് സെൻറ്ററിനോ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യും. അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കെല്ലാം പിന്നെ അവിടെ ആക്റ്റീവായിട്ടുള്ളവർക്കെല്ലാം സൗജന്യമായിട്ടാണ് ഈ പ്രൊമോഷൻസ് നമ്മൾ ചെയ്യുന്നത്. ചിലർ മനസ്സറിഞ്ഞ് അവർ എന്തെങ്കിലും ചെയ്യുന്ന സമയങ്ങളിൽ പിന്നെ അവർ തരും. അത് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പിന്നെ ഓരോരുത്തർ വിളിക്കുമ്പം ഓരോ ഇതിനും പ്രശ്നത്തിനും എല്ലാം പോകുന്നതിന് വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപകരിക്കുന്നതാണ്. മെയിനായിട്ട് അവർക്ക് തിരിച്ച് നമ്മളെ വിളിക്കുമ്പോൾ ഒരു പബ്ലിസിറ്റി കിട്ടും. ഈ എല്ലാ കാര്യത്തിനും ഒന്നും സപ്പോർട്ട് ആരും കണ്ണുടച്ച് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ആളുകൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ പിന്നെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെക്കൊണ്ട് എത്ര പേർക്ക് സഹായം കിട്ടി, നമ്മളെ കൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഒരു ശക്തി. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ പലതും തെറ്റിദ്ധരിക്കപ്പെട്ട് പോവുകയാണ്. തിരിച്ചറിയാനുള്ള ഒരു ഇതില്ല. ഇപ്പം പിന്നെ നമ്മൾ പത്രത്തിൽ പിന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വായിക്കും മണിപ്പൂരിൽ കലാപം, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ പിന്നെ തല്ലുന്നു, പള്ളികൾ ആക്രമിക്കുന്നു. ഇത് മണിപ്പൂരിലുണ്ടായ ഗോത്ര കലാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നമ്മളുണ്ടാകണം. ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നു, എത്ര ഭയങ്കര സമരങ്ങളും ഭയങ്കര ഒത്തിരി വിഷയങ്ങളുണ്ടായല്ലോ.
അപ്പം ഇവിടത്തെ ഏതെങ്കിലും ഇവിടെ ജീവിക്കുന്ന ഒരു പിന്നെ മുസൽമാന് രാജ്യം വിട്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? നമ്മൾ ഇപ്പം പിന്നെ ഗൾഫിൽ പോയാൽ നമുക്ക് അവിടുത്തെ പിന്നെ പൗരത്വ പിന്നെ വിസ ലഭിക്കുമോ? ഇല്ല. അപ്പം ഓരോ രാജ്യത്തിനും അതിൻ്റെ നിയമമുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയണം. ഈ ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ, പത്രക്കാർ, അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ ജെലാറ്റിൻ സ്റ്റിക്ക് പിടിച്ചു, സ്ഫോടക വസ്തു. ഇത് പിന്നെ ഈരാറ്റുപേട്ട മൊത്തം പാറമടയാണ്. അവിടെ പൊട്ടിക്കാൻ കൊണ്ടുവന്ന് പാറമടയെ പൊട്ടിക്കാൻ കൊണ്ടുവന്ന പിന്നെ ജെലാറ്റിൻ സ്റ്റിക്കാണെന്ന് ആളുകൾ തിരിച്ചറിയണം. അല്ലാതെ അവിടെ പിന്നെ കലാപം ഉണ്ടാക്കാനാണ്. ഇത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്കൊരു കഴിവുണ്ടാകണം. നമ്മൾ റോഡിൽ ഒരു ആക്സിഡൻറ്റ് പെട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ഓടി വന്ന് സഹായിക്കുന്നത് ചിലപ്പം നമ്മുടെ പിന്നെ അതേ പിന്നെ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളല്ല, വേറെ തൊട്ടടുത്ത ഓട്ടോറിക്ഷ ഓടിക്കുന്ന റഷീദോ അല്ലെങ്കിൽ രാമകൃഷ്ണനോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മളെ രക്ഷിക്കുന്നത്. അപ്പം അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഏതായാലും വിനോദ്ജി, നിങ്ങളോട് സംസാരിക്കാനിരുന്നപ്പോഴാണ് വാസ്തവത്തിൽ നിങ്ങൾ ആരാണ് എന്നത് മനസ്സിലായത്. കാരണം ചങ്ങനാശ്ശേരി ജംഗ്ഷൻ്റെ ചീഫ് അഡ്മിൻ എന്നതിലുപരിയായിട്ട് താങ്കളെ പൊതുസമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ നമുക്ക് വില കുറച്ച് കാണാൻ ഒരിക്കലും ആവില്ല. ഏതായാലും താങ്കൾ തുടർന്നും ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് അഭ്യുദയകാംക്ഷ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്, CTVക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഏതാണ്ട് 1 ലക്ഷത്തിനടുത്തുള്ള ആളുകളുടെ സപ്പോർട്ട് താങ്കളുടെ കൂടെയുണ്ട്, പ്രാർത്ഥനയുമുണ്ട്. ഇനിയും തുടർന്നും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോയി ചങ്ങനാശ്ശേരിയുടെ യശസ് നിലനിർത്തുന്നതിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ച ആളാണെന്നുള്ള ആ പേര് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏതായാലും CTVയിലേക്ക് വരാനും അല്പസമയം ഞങ്ങളോട് ചെലവഴിക്കാനും കാണിച്ച ആ ഒരു വലിയ മനസ്സിന് നന്ദി പറയുന്നു. താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചങ്ങനാശ്ശേരി ജംഗ്ഷനിലൂടെ കഴിഞ്ഞ 14ലധികം വർഷമായി ചങ്ങനാശ്ശേരിക്കാരോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന വിനോദ് പണിക്കരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും സമയം കേട്ടത്. ഒരല്പം ദീർഘിച്ചു പോയെങ്കിലും നിങ്ങൾ ഒരിക്കലും പരിഭവം കാണിക്കരുത്. കാരണം ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത് ബോധപൂർവം ഞങ്ങൾ പറയാഞ്ഞതാണ്. കാരണം 1-2 എപ്പിസോഡിൽ തീരുന്നതല്ല അദ്ദേഹത്തിൻ്റെ കഥയും. ഏതായാലും ഈ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുകയാണ്. CTVയിലൂടെ ചങ്ങനാശ്ശേരിയെ സ്വാധീനിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും പരിചയപ്പെടുത്തുവാൻ CTVക്ക് സന്മനസ്സുണ്ട്. തീർച്ചയായും പുതിയ വ്യക്തികളുമായി ഞങ്ങൾ പുതിയ വീഡിയോകളുമായി നിങ്ങളെ കാണും. നിങ്ങൾ തരുന്ന സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.